أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ മാഊനിലെ ആദ്യത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ? ഈ വചനത്തിൻ്റെ വിശദീകരണത്തെ സംബന്ധിച്ച് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു: അദ്ദീൻ എന്നതിൻ്റെ മൂന്നാമത്തെ അർത്ഥം വിജയത്തെ നിരാകരിക്കുക. വിജയത്തെ നിരാകരിക്കുക എന്നതിൽ വിജയം നീതിയിലൂടെ കരസ്ഥമാക്കിയതായിരിക്കണം. രാജ്യത്ത് കൃത്യമായ സുരക്ഷാ നിയമങ്ങൾ ഇല്ലാതിരുന്നാൽ കള്ളന്മാരും കവർച്ചാ സംഘങ്ങളും തങ്ങളുടെ പദ്ധതികളിൽ വിജയിക്കും. പക്ഷേ ഇത്തരം വിജയങ്ങൾ നീതിയുക്തമല്ല. രാജ്യത്തെ നിയമങ്ങളെ യഥാവണ്ണം അനുസരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭരണമാണെങ്കിൽ തീർത്തും അത്തരം ഭരണകർത്താക്കൾ വിജയിക്കുന്നു. ഭൂമിയിൽ വിജയവും തോൽവിയും സാധാരണയാണ്. എന്നാൽ വിജയം എന്നത് സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായിരിക്കണം. അതിനാൽ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്നതിൻ്റെ ഒരു അർത്ഥം സൽക്കർമ്മികൾക്കാണ് അവസാനം വിജയം ലഭിക്കുക എന്ന കാര്യത്തെ നിരാകരിക്കുന്നവർ ആരെന്ന് എനിക്ക് പറഞ്ഞു തരിക. സൽക്കർമ്മങ്ങളിലൂടെ വിജയം ലഭിക്കില്ല എന്ന ചിന്ത വെച്ചു പുലർത്തുന്നവർ തീർച്ചയായും തിന്മകളിൽ അകപ്പെട്ടവരാണ്. നന്മയുടെ വഴികളിലൂടെ ചലിക്കണമെങ്കിൽ ത്യാഗം അനിവാര്യമാണ്. സൽക്കർമ്മങ്ങളിലൂടെയാണ് ശാശ്വതമായ വിജയം സിദ്ധിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കുന്നവൻ എല്ലാവിധ പരീക്ഷണങ്ങളെയും പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ശ്രമിക്കുകയും അതു മുഖേന ഏതെങ്കിലും തരത്തിൽ നഷ്ടം സംഭവിച്ചാൽ പോലും അതിൽ ദുഃഖിതനാവുകയുമില്ല. അവസാന വിജയം സൽക്കർമ്മങ്ങളിലൂടെയാണ് എന്ന ചിന്ത ഉണ്ടാവുന്നത് ഖിയാമത്തിൽ വിശ്വസിക്കുമ്പോഴാണ്. പാശ്ചാത്യ സമൂഹം തങ്ങൾക്ക് നന്മയാണെന്ന് തോന്നുന്ന കാര്യം ഒരുപക്ഷെ അക്കാര്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും വേദനയും ഉണ്ടാക്കിയേക്കാം. എങ്കിലും ശരി, അവരത് ചെയ്യുന്നു. അതിന് കാരണം അവർക്ക് അന്ത്യനാളിൽ വിശ്വാസമില്ലാത്തതാണ്. നാം ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ മറ്റുള്ളവരുടെ ഗുണത്തിനായി ചെയ്യേണ്ടതാണ്. ദൈവ ഭയമുള്ളവർക്കേ നന്മയുടെ ഉന്നത തലങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. യൂറോപ്യൻ തത്വചിന്തകന്മാരുടെ പുസ്തകങ്ങളിൽ നന്മയെക്കുറിച്ച് വിശാലമായ നിലയിൽ വിവരിച്ചിട്ടുള്ളതായി കാണുമെങ്കിലും ഗ്രന്ഥകർത്താവിൻ്റെ സ്വഭാവരീതി വളരെ മോശമായിരിക്കും. അവരുടെ യഥാർത്ഥ ഉദ്ദേശം ഏതെങ്കിലും തരത്തിൽ ലാഭം ഉണ്ടാക്കുക എന്നു മാത്രമാണ്. നബിമാരുടെ ജീവിത മാതൃകകൾ നാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത് കഠിനവും വിഷമകരവുമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ജനങ്ങളുടെ നന്മക്കായി എല്ലാ പരീക്ഷണങ്ങളും അവർ നേരിട്ടു. ഗലീലിയോ തൻ്റെ സൂക്ഷ്മാന്വേഷണത്തിലൂടെ സൂര്യൻ ഭൂമിക്ക് ചുറ്റും വലയം വെക്കുന്നില്ല, പകരം ഭൂമിയാണ് സൂര്യന് ചുറ്റും ചലിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പാതിരിമാർ ഗലീലിയോക്കെതിരിൽ കുഫ്ർ ഫത്വ പുറപ്പെടുവിക്കുകയും അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്തു. അവസാനം ഗലീലിയോ സ്വയം പറഞ്ഞത്, എന്നെ ശൈത്താൻ വഴിതെറ്റിച്ചതാണ്. അതിനാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിന്നും തൗബ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സൂര്യനാണ് ഭൂമിക്ക് ചുറ്റും വലയം വെക്കുന്നത്. ഈ രീതിയാണ് യൂറോപ്യൻ തത്വചിന്തകന്മാരുടേത്. സ്വന്തം കാര്യലാഭത്തിനും നേട്ടത്തിനും വേണ്ടി സത്യത്തെ നിരാകരിക്കാൻ സന്നദ്ധരാവുന്നവരാണവർ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠം സത്യത്തിനു വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാവേണ്ടതാണ്. അള്ളാഹു ഏകനാണെന്ന് തൻ്റെ ജനത്തോട് പറഞ്ഞപ്പോൾ എന്തെല്ലാം സഹിക്കേണ്ടതായി വന്നു.
പക്ഷേ സത്യത്തിൽ മാത്രമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലകൊണ്ടത്. ഇത്തരം സംഭവങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ പിന്തുടർന്ന ഭക്തദാസരിലും കാണാൻ സാധിക്കും. ഹസ്രത്ത് ഉമറിൻ്റെയോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയോ കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു അനറബിയുടെ കയ്യാൽ ഒരാൾ മരണപ്പെട്ടു. തുടർന്ന് അനറബിയെ ന്യായാധിപൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തു. എന്നാൽ അനറബി ന്യായാധിപനോട് 3 ദിവസത്തെ സമയം ചോദിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ യതീമിൻ്റെ അവകാശമുണ്ട്, ഞാൻ അത് അവർക്ക് തിരിച്ചേൽപ്പിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതാണ്. ന്യായാധിപൻ അനറബിയോട് തൻ്റെ ജാമ്യത്തിനായി ആരാണ് നിൽക്കുക എന്ന് ചോദിച്ചു. അനറബി തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് ഹസ്രത്ത് അബൂസർ ഗഫാരി റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ജാമ്യം നിൽക്കുമെന്ന് പറയുകയും അങ്ങനെ അനറബിയെ വിട്ടയക്കുകയും ചെയ്തു. 3-ാമത്തെ ദിവസം അസറിന് ശേഷം എല്ലാവരും തടിച്ചുകൂടി അനറബി തിരിച്ചു വരുന്നതായി കാണാതായപ്പോൾ സ്വാത്വികനും സൽസ്വഭാവിയുമായ ഹസ്രത്ത് അബൂസർ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, താങ്കൾക്ക് ആ അനറബിയെ അറിയുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. പിന്നെന്തിനാണ് താങ്കൾ ജാമ്യത്തിൽ നിന്നത്? ഹസ്രത്ത് അബൂസർ ഗഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്രയും ആൾക്കൂട്ടമുണ്ടായിട്ടും മുസ്ലിമായ എന്നിൽ അദ്ദേഹം വിശ്വാസമർപ്പിച്ചു, അതിനാൽ ഞാൻ അദ്ദേഹത്തിലും വിശ്വസിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം ദൂരെ നിന്നും പൊടിപടലങ്ങൾ ഉയരുന്നതായി കണ്ടു. തുടർന്ന് ആ അനറബി തൻ്റെ കുതിരപ്പുറത്ത് അതിവേഗം എത്തുകയും കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയ ഉടൻ ക്ഷീണം കൊണ്ട് കുതിരയുടെ ജീവൻ നഷ്ടമാവുകയുമുണ്ടായി. അനറബിയുടെ ഈ സത്യസന്ധത കണ്ട് മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബം അദ്ദേഹത്തിന് മാപ്പ് നൽകി. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത്തരത്തിലുള്ള അനേകം സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ത്യാഗസന്നദ്ധരായി ജീവൻ നഷ്ടമാകും എന്ന് മനസ്സിലാക്കിയും സത്യത്തിൽ സ്ഥിരചിത്തയോടെ നിലകൊള്ളാൻ കാരണം പരലോകത്തിലുള്ള വിശ്വാസമാണ്. അവസാന വിജയം തീർച്ചയായും സൽക്കർമ്മങ്ങളിലൂടെ മാത്രമേ സാധ്യമാവൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്.